ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ടച്ചിങ് കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഹെയർ കെയർ ചലഞ്ചിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ 15ാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്, അതായത് 3ാമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ 2 ആഴ്ചത്തെ റെമഡിയൊക്കെ എല്ലാവരും ഫോളോ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നല്ല റിസൾട്ട് കിട്ടും. നിങ്ങൾക്ക് എൻ്റെ മുടി കറക്റ്റ് കണ്ടാൽ തന്നെ ആ റിസൾട്ട് മനസ്സിലാവും. നിങ്ങൾ നോക്കിയേ, ഞാനന്ന് മുടി മുറിച്ചപ്പോഴുള്ള മുടിയല്ല ഇപ്പോൾ എനിക്കുള്ളത്. ശരിക്കും ഞാൻ തന്നെ അതിശയിച്ചു പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ സംഭവങ്ങൾ ലാസ്റ്റ് റിസൾട്ട് എന്ന് വെച്ചാൽ അത് ലാസ്റ്റ് ഡേ നിങ്ങൾക്ക് കാണിച്ചു തരും, എങ്കിലും നിങ്ങൾ ഞെട്ടും. അപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിയിരിക്കാം കേട്ടോ. ഞാൻ വിചാരിച്ചിട്ടില്ല ഇത്രയും സക്സസ് ആവും ഈ ഹെയർ ഗ്രോത്ത് ചലഞ്ച് എന്ന്. കാരണം നമ്മൾ കൂടുതലായിട്ട് ഒന്നും ചെയ്യുന്നില്ല, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ഹെയർ ഗ്രോത്ത് ചലഞ്ച് ചെയ്തിട്ടുള്ളത്. പക്ഷേങ്കിൽ എനിക്കിപ്പം മനസ്സിലായി, നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ നമുക്ക് മുടി പെട്ടെന്ന് വളർത്തിയെടുക്കാം. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചതുപോലെ തന്നെ മുരിങ്ങയിലയാണ് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ രാവിലെ വീഡിയോ എടുക്കുക, എന്നിട്ട് ഒരു വൈകുന്നേരത്തേക്ക് ആക്കി വെക്കാമെന്ന് വെച്ചിട്ട് ചെയ്തതാണ്. പക്ഷേങ്കിൽ പിന്നെ മക്കളെ കാര്യങ്ങളൊക്കെ നോക്കി എന്താ പറയുക ഒക്കെ ലേറ്റായി. ഇപ്പോൾ വൈകുന്നേരമാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മുരിങ്ങയില വാടിപ്പോയി. അപ്പോൾ അതൊക്കെ കുഴപ്പമില്ല, വാടിക്കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഒരു എന്താ പറയുക പിടിയോളം മുരിങ്ങയില നിങ്ങൾ ഹെയറിൻ്റെ അനുസരിച്ച് വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൽ കുറച്ചൊന്ന് താഴ്ത്തിയിട്ട് കറിവേപ്പില ഇലയും കൂടെ വേണം നമുക്ക്. കാരണം കറിവേപ്പില എന്ന് വെച്ചാൽ നമുക്കറിയാലോ ഹെയർ ഗ്രോത്തിന് നമ്പർ 1 ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. ഒട്ടും തന്നെ തരിതരിപ്പില്ലാതെ നല്ല പേസ്റ്റ് പോലെ ആക്കിയിട്ട് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഉള്ളിലുണ്ട് കേട്ടോ മുരിങ്ങയുടെ ഇലയൊക്കെ. അപ്പോൾ ഇനി രണ്ടും സമാസമം എടുത്താലും കുഴപ്പമില്ല, പക്ഷേ കൂടുതൽ മുരിങ്ങയില എടുക്കുമ്പോൾ കൂടുതൽ എന്താ പറയുക ബെനിഫിറ്റ് ആയിരിക്കും. ഇനി നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്നത് കട്ടൻ ചായയാണ്. അപ്പോൾ കട്ടൻ ചായ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്റ്റെപ്പാണ് കേട്ടോ. വെള്ളം ചേർത്തിട്ട് അരക്കരുത്, കട്ടൻ ചായ ചേർത്തിട്ട് തന്നെ അരച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ 1/4 ഗ്ലാസ് കട്ടൻ ചായ, അതായത് ഒരു 1/2 ഗ്ലാസിൻ്റെ അടുത്ത് വെള്ളം എടുത്തിട്ട് ഒരു 1/2 ടീസ്പൂണോളം തേയിലപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് 1/4 ഗ്ലാസ് ആക്കിയെടുത്ത കട്ടൻ ചായയാണ്. തണുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് അരച്ചെടുത്തു. മുരിങ്ങയില, കറിവേപ്പില, കട്ടൻ ചായ. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ലൂസ് പോലെ തോന്നും. ലൂസ് എന്ന് വെച്ചാൽ നമ്മളെ തലയിൽ അവിടെ സ്റ്റിക്കായിട്ട് നിന്നോളൂ, എന്ന് വെച്ചാൽ ഒരു ദോശമാവിൻ്റെയൊക്കെ ഒരു കൂട്ടിൻ്റെ ആ ഒരു രീതിയിലാണ് നമ്മൾ ഇതുള്ളത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ മുടിയുടെ അറ്റം വരെ തേക്കാം. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളെ സ്കാൽപ്പിലാണ്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ ഡീപ്പായിട്ട് ഹെയർ ഓയിൽ ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്താ പറയുക, ഇത് നമ്മുടെ എന്താ പറയുക ചലഞ്ചായിട്ട് തന്നെ ചെയ്യുന്നില്ല. അപ്പോൾ ഡീപ്പായിട്ട് തന്നെ ഹെയർ ഓയിൽ ചെയ്യുക. എന്നിട്ട് ഇത് നമ്മുടെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് സ്കാൽപ്പിൽ മസാജ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കഴുകിക്കളയുക. അപ്പോൾ മൊത്തം ഒരു 1/2 മണിക്കൂർ. ഇനി നീരിറക്കി ഉള്ളവരാണെങ്കിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു അടിപൊളി ടിപ്പുണ്ട്. നിങ്ങൾ ഇത് പേക്ക് ഇടുന്ന സമയത്ത്, അതായത് ടിപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരല്പം വെള്ളം എന്ന് വെച്ചാൽ തണുത്ത വെള്ളം, പച്ചവെള്ളം നമ്മളൊരു ബക്കറ്റിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ കാല് മുക്കി വെക്കാൻ തരത്തിലുള്ള രീതിയിൽ പാത്രത്തിലെടുത്തിട്ട് ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം അതിൽ മുക്കി വെക്കുക. എന്നിട്ട് ഇത് കഴുകിക്കളയുന്ന സമയത്ത്, അതായത് കുളിക്കാൻ പോകുമ്പോൾ അതിൽ നിന്ന് കാലെടുത്തിട്ട് നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ എന്താ പറയുക നമുക്ക് നീരിറക്കം വരത്തില്ല. അപ്പോൾ നമ്മൾ എത്ര സമയമാണോ ഇത് തലയിൽ പിടിപ്പിക്കുന്ന ആ ഒരു ടൈമിൽ നമ്മൾ കാല് വെള്ളത്തിൽ മുക്കി വെക്കുക. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നീരിറക്കം തീർച്ചയായിട്ടും വരില്ല. പിന്നെ നമ്മൾ തിളപ്പിച്ച കട്ടൻ ചായ ആയതുകൊണ്ട് നീരിറക്കം വരാൻ സാധ്യതയില്ല. എങ്കിലും ഞാൻ എന്താ പറയുക അത്രയും പേടിയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു ടിപ്പ് പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ആഴ്ചയിൽ 3 തവണ തന്നെ ട്രൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം വെച്ചാൽ നല്ലൊരു പാക്കാണ്, നല്ലൊരു ടിപ്പാണ്. അപ്പോൾ നമുക്കിനി ഹെയർ ഗ്രോത്ത് ചലഞ്ചിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണാം. അപ്പോൾ ഇതെന്തായാലും യൂസ് ചെയ്യും. അപ്പോൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഇത് ഫോളോ ചെയ്യുക. ആഴ്ചയിൽ ഏതെങ്കിലും ഒരു 3 ദിവസം ട്രൈ ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ കൂടെ മറ്റ് നിങ്ങൾ റെമഡീസ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുന്നത് നല്ലതാണ് കേട്ടോ, ഈ ചലഞ്ച് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ ഇനാബ് ചെയ്യുക. എങ്കിലും ഞാനിരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അതിനു മുന്നേ ഹെയർ ഗ്രോത്ത് ചലഞ്ചിൻ്റെ മുന്നത്തെ 2 വീഡിയോ കാണാത്തവരാണെങ്കിൽ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ അതൊന്നും കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ബൈ.